इधर से उधर जाकर आपके सदस्य इधर से उधर जाएंगे, ये उचित है क्या? यही मर्यादा बनाना चाहते हैं क्या आप? അസാധാരണമായ രംഗങ്ങൾക്കാണ് ലോക്സഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് 5 മണിക്ക് മറുപടി നൽകും എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വൈകിട്ട് സഭ ചേരുമ്പോൾ പ്രധാനമന്ത്രി സഭയിലുണ്ടായിരുന്നില്ല. പ്രതിപക്ഷമാകട്ടെ വളരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ വനിതാ എംപിമാർ രാവിലെ ഉയർത്തിയ ബാനറുമായി പ്രധാനമന്ത്രിയുടെ സീറ്റിനടുത്തേക്ക് എത്തിയതോടെ സംഘർഷം രൂപപ്പെട്ടു. BJP MP നിഷികാന്ത് ദുബെ ലക്ഷ്യമിട്ടായിരുന്നു വനിതാ എംപിമാരുടെ വരവ്. നന്ദിപ്രമേയ ചർച്ചയിൽ സംസാരിച്ച നിഷികാന്ത് ദുബെ നെഹ്റുവിനെതിരെയും രാജീവ് ഗാന്ധിക്കെതിരെയുള്ള പുസ്തകങ്ങൾ ഉയർത്തിക്കാട്ടിയതാണ് പ്രശ്നമായത്. ഇത് സ്പീക്കർക്ക് മുന്നിൽ പരാതിയായി കോൺഗ്രസ് എംപിമാർ ഉന്നയിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കാതെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അനുവദിക്കില്ല എന്നും ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് എംപിമാർ സ്പീക്കറെ അറിയിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് വനിതാ എംപിമാരുടെ പ്രധാനമന്ത്രിയുടെ സീറ്റിനടുത്തേക്കുള്ള വരവിനെ BJPയും കണ്ടത്. BJPയുടെ വനിതാ എംപിമാർ കോൺഗ്രസിന്റെ വനിതാ എംപിമാരെ നേരിടാൻ സീറ്റുകളിൽ നിന്നും എണീറ്റു. കോൺഗ്രസ് എംപിമാരുടെ നേർക്ക് പാഞ്ഞെടുക്കുന്നത് കണ്ട് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഇവരെ തടഞ്ഞു. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും ഇതിനിടയിൽ ഇടപെട്ടു. എംപിമാരെ ശാന്തരാക്കി മടക്കിയയച്ചു. കോൺഗ്രസിന്റെ നേതാക്കളും ഇതിനിടെ വനിതാ എംപിമാരോട് മടങ്ങി സീറ്റുകളിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു. സഭ പിരിഞ്ഞ ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. ബഹളം തുടങ്ങിയപ്പോൾ തന്നെ സഭ നാളത്തേക്ക് പിരിയുന്നതായി അധ്യക്ഷ സന്ധ്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാർ ധർണ നടത്തുന്നതിനിടയിൽ പ്രകോപനവുമായി റെയിൽവേ സഹമന്ത്രി രൺവീത് സിംഗ് ബിട്ടു എത്തിയതും പ്രശ്നമായി. കാർഗിൽ യുദ്ധം ജയിച്ചിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത് എന്നായിരുന്നു രൺവീത്തിന്റെ ചോദ്യം. തുടർന്ന് ഇതിന് മറുപടി നൽകിയത് രാഹുൽ ഗാന്ധിയായിരുന്നു. ചതിയനാണ് നിങ്ങൾ എന്ന രാഹുൽ ഗാന്ധിയുടെ മറുപടി വലിയ വിവാദങ്ങൾക്ക് ഇപ്പോൾ വഴിവെച്ചിട്ടുണ്ട്. സിഖ് മതത്തിനെതിരെയുള്ള ആക്രമണം എന്ന് പോലും ഇത് BJP വ്യാഖ്യാനിക്കുന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ട 8 എംപിമാരും പാർലമെന്റ് മന്ദിരത്തിലെ കവാടത്തിന് മുന്നിൽ ധർണ നടത്തുകയാണ്. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.